അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തന്നെന്നം താനെന്നം പാടി പോകുന്നത് എറണാകുളത്തേക്കാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ആധാർ കാർഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പാലാരിവട്ടത്തേക്കാണ് പോകുന്നത്. കിച്ചൂട്ടനെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും അവനെ തിരയാൻ നിൽക്കണ്ട. കാരണം ഈ വീഡിയോയിൽ അവനില്ല, അവനെ നമ്മൾ വീട്ടിലാക്കിയിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോരുന്ന വഴി കുട്ടികളുടെ സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ബിരിയാണി കഴിക്കാൻ ഒരു മോഹം. അപ്പോൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോന്നായിരുന്നു. അപ്പോൾ ഇതാ റൈസ് നമ്മൾ വെന്തെടുക്കുകയാണ്. സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ പെരുംജീരകം ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതൊരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ സവോള കുഞ്ഞു അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് വഴറ്റി അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കും. ഒരു കാര്യം മറന്നുപോയി, കറിവേപ്പില പ്ലസ് മല്ലിയില അതുകൂടെ ചേർത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് നല്ല വെന്തെടുത്ത് നല്ല അടിപൊളി കോഴിക്കറി ഇവിടെ നമ്മൾ റെഡിയാക്കി. പിന്നെ നമ്മൾ അതങ്ങ് കറി അങ്ങ് മാറ്റിയ ശേഷം അതിനകത്തേക്ക് നമ്മൾ റൈസ് ഇട്ടു. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ആ കറിയുടെ ഗ്രേവിയൊക്കെ നമ്മുടെ ചോറിലേക്ക് നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്ത സബോള, കറിവേപ്പില, നട്ട്സ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ആ പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം.